നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ് വർമ്മ, SUT പട്ടം ഹോസ്പിറ്റലിലെ പൊഡിയാട്രിക് ഡയബറ്റിക് ഫുഡും പ്ലാസ്റ്റിക് സർജനും കൂടെയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് PRP തെറാപ്പിയെ പറ്റിയാണ്. PRP എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, PRF എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ. ഈ സാധനങ്ങൾ എന്താ, നമ്മൾ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് ബ്ലഡ് കൊണ്ടുവരേണ്ട സാധനങ്ങൾ വെച്ചാൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും. എപ്പിത്തീലിയം പല ടൈപ്പ് ബ്ലഡിനകത്ത് കുറെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു മുറിവ് ഉണങ്ങാനായിട്ട് കുറെ കെമിക്കൽസ് ഉണ്ടാവും ആ മുറിവ് ഉണങ്ങാനായിട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഡയബറ്റിക് ആൾക്കാർക്ക് മുറിവ് ഉണ്ടാവുമ്പോൾ നമ്മൾ രക്തോട്ടം അറിയാമല്ലോ, ഡയബറ്റിക് ആൾക്കാരാകുമ്പോഴത്തേക്ക് അവിടെ രക്തോട്ടം കാലിലേക്ക് കുറവാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല അവിടെ ഓക്സിജൻ ലെവൽസും കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ നോർമൽ ലെവൽസിൽ എത്തിയാൽ മാത്രമേ നമുക്കൊരു മുറിവ് പെട്ടെന്ന് ഉണക്കി കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലേറ്റിലെ ഈ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ബെസ്റ്റ് ആയിട്ടുള്ളത് രക്തത്തിനകത്ത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ സെൽസിനകത്താണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ എന്താ ചെയ്യുന്നത്, പേഷ്യന്റിന്റെ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ട്യൂബിൽ ഉപയോഗിച്ചിട്ട് ഒരു സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആ ബ്ലഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ മുറിവിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ്. ഇതിന്റെ എന്താ ഗുണം എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, ആവശ്യത്തിനുള്ള ന്യൂട്രീഷനും ആ കാര്യങ്ങളും മുറിവിലേക്ക് വന്നു ചേരും. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ബ്ലഡ് സപ്ലൈയുടെ പുറത്ത് അത്രയും ഡിപ്പെൻഡന്റ് ആവണ്ട, കുറച്ച് ആവശ്യം ഉണ്ടാവും. പക്ഷെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എത്തേണ്ട ക്വാണ്ടിറ്റിയെക്കാട്ടിലും കൂടുതൽ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇവിടെ എത്തുമ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ എത്തുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ അതിനകത്ത് ഫൈബ്രിൻ പ്ലേറ്റ്ലെറ്റ് റിച്ച് ഗ്രോത്ത് PRP ആകുമ്പോൾ നമ്മൾ അതൊരു ഫ്ലൂയിഡ് ആണ്, അതിനകത്ത് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ പ്ലാസ്മ എടുത്തിട്ട് നമ്മൾ മുറിവിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അതാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ എന്ന് വെച്ചാൽ അതിനകത്ത് WBCസും ഗ്രോത്ത് ഫാക്ടേഴ്സും. WBCs എന്ന് വെച്ചാൽ നമ്മളുടെ പ്രതിരോധ ശക്തി തരുന്ന ഈ സെൽസ് ആണ് ഏറ്റവും കൂടുതൽ WBCs എന്ന് പറയുന്നത്, വൈറ്റ് ബ്ലഡ് കോർപ്പസസ്. അപ്പോൾ ലൂക്കോസൈറ്റ്സ് WBCസിന്റെ വിത്ത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻഫെക്ഷൻ കുറയ്ക്കാനും ആ പ്ലേറ്റ്ലെറ്റ്സിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണക്കി എടുക്കാനുള്ള കുറെ പദാർത്ഥങ്ങൾ, കുറെ കെമിക്കൽസ് ഉണ്ടാവും. ആ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മുറിവിലേക്ക് വെക്കും. ഇത് 5 days ആയിട്ട് നമ്മൾ ഡ്രസ്സിങ് ചെയ്ത് മുറിവിനനുസരിച്ച് ആ ഡ്യൂറേഷൻ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പുതിയ തെറാപ്പിയാണ്. അത് നമ്മൾ മുറിവുകൾ, ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് എല്ലാം ഉണക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതായിരിക്കും.